വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 പ്രമാണങ്ങളിലെ വ്യാജം പറയരുത് എന്നുള്ള 8ാം പ്രമാണത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത്. സത്യം പറയണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചു. ഈ കാലഘട്ടത്തിലെ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം വളരെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടുവരുന്നതാണ്. ആർക്കും എവിടെയും കയറി ചെല്ലാം, എന്തും വിളിച്ചു പറയാം, എന്തും എഴുതാം, പ്രസിദ്ധീകരിക്കാം എന്ന് പറയുന്നത്. സഭ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? വളരെ മനോഹരമായിട്ട് ഈ സാർവത്രിക മതബോധന ഗ്രന്ഥം ഈ കാലികമായ ഈ സാംസ്കാരിക പരിണാമത്തിൽ സംഭവിച്ച ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുചെല്ലലിനെ കുറിച്ച് ഉൾച്ചേർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പൊതുവേ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ പഴഞ്ചനാണ്, അല്ലെങ്കിൽ അതീന്ദ്രിയമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഇതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ദിവംഗതനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കാർഡിനൽ റാറ്റ്സിംഗർ ആയിരുന്ന അവസരത്തിൽ ഒരു പ്രത്യേക ജോൺ പോൾ II വിശുദ്ധനായ ആളുടെ കാലഘട്ടത്തിൽ ചെയ്ത ഈ വർക്കിൽ ഇന്നത്തെ കാലികമായ മനുഷ്യൻ്റെ ഈ നുണ പറയുക എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ പുതിയ ഭാഷ്യങ്ങളെക്കുറിച്ച് പോലും അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചു. വാസ്തുതയിൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര എത്തിയിട്ടില്ല. പക്ഷെ അവർ ആ ഒരു മീഡിയ എന്നുള്ളത് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളില്ലെങ്കിൽ തന്നെ TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, റേഡിയോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ തന്നെ അവർ ഓൾറെഡി ഇതൊക്കെ കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിലോ കേരളത്തിലോ ഉള്ളതിനേക്കാൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണല്ലോ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക. അപ്പോൾ അവിടെയൊക്കെ ഇത് കുറേ കൂടി മുമ്പ് കുറേ കൂടി ഇങ്ങനെയുള്ള സാധ്യതകൾ അവർക്ക് മനസ്സിലായി. എന്തായാലും ഇതിലൂടെ നമ്മൾ പറയുന്നൊരു കാര്യം, എല്ലാ മനുഷ്യനും അവൻ്റേതായ ഒരു സ്വകാര്യ ഇടമുണ്ട് വസിക്കാൻ, പ്രൈവറ്റ് സ്പേസ്, ഒരു പ്രൈവറ്റ് സ്പേസും ഉണ്ട്. അത് എൻ്റെ അവകാശമാണ്. അത് പ്രായപൂർത്തിയായ ആളുകൾക്ക് മാത്രമല്ല, ഇന്ന് കുട്ടികൾക്ക് പോലും. നമ്മൾ മാതാപിതാക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ലൈംഗികമായ സ്വകാര്യത മാത്രമല്ല, നമ്മൾ അവൻ്റെ ആ റൂമിലേക്ക് അവളുടെ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു സ്വകാര്യത പാലിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം നമുക്കൊരു ഞാൻ എന്ത് യഥാർത്ഥത്തിലായിരിക്കുന്നുവോ എന്നുള്ളത് വേറൊരാൾ അതേപോലെ മനസ്സിലാക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ ഇമേജിന് മോശമാണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു അവകാശമുണ്ട് പാലിക്കാൻ. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, ഒരു സ്വാഭിമാനമുണ്ട്. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു നല്ല ചിത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ചിത്രം എനിക്ക് എന്നെക്കുറിച്ച് സമൂഹത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആ റൈറ്റിലേക്കാണ് പലരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്. നമ്മൾ ചപ്പരാസികൾ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ പുറകെ ക്യാമറ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാതെ ചില താരങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്ക് കാണാം. എവിടെ ചെന്നാലും അവർ ക്യാപ്റ്റീവ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ ഏത് സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് യു ആർ അണ്ടർ ഒബ്സർവേഷൻ എന്ന് പറയാൻ കാരണം, നിനക്ക് നിൻ്റെ സ്വകാര്യത പാലിക്കാൻ പറ്റാത്ത ഒരിടത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് നീ ഓർക്കുക. അത് നിൻ്റെ അവകാശമാണെന്ന് എനിക്കറിയാം, ആ കമ്പനിക്കറിയാം, ആ സ്ഥാപനത്തിനറിയാം, അല്ലെങ്കിൽ ആ വ്യക്തിക്കറിയാം. അതുകൊണ്ടാണ് അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന കാര്യം, ഇന്നത്തെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഇതുപോലെ ഓരോ വ്യക്തിയുടെ, പ്രത്യേകിച്ച് സമൂഹത്തിൽ എണ്ണപ്പെടുന്ന ആളുകൾ, വലിയ സ്ഥാനങ്ങളിലെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകൾ, അത് ഏത് മതത്തിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, സാമൂഹ്യ സേവന രംഗത്തായിക്കൊള്ളട്ടെ, ഏത് രംഗത്തായാലും അവർക്ക് ആ ഓഫീസ് കഴിഞ്ഞിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള പൊതുധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു സമയത്ത് അവരെന്തായിരിക്കുന്നു എന്നുള്ളത് അവൻ്റെയും അവളുടെയും കാര്യമാണെന്ന്
പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഞാൻ വസിക്കുന്ന അവസരത്തിൽ അവർ പ്രത്യേകം അതിലേക്ക് അവർ നോക്കാറില്ല. ഇപ്പോൾ അവിടെ എനിക്കറിയാം ചില പ്രസിഡന്റുമാർക്ക് 2 ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് നോട്ട് എ കൺസേൺ. സനുമൃഗാർദുപ്പ എന്ന് ഫ്രഞ്ചിൽ അവർ പറയാം. അയാൾക്ക് അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാര്യമാണ്. ഞാനിതിന് അല്ലെങ്കിൽ മതപരമായ കാര്യം അയാൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. സനുമൃഗാർദുപ്പ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നവർ പറയും. അങ്ങനെ അവരുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള ഒരു കാര്യം മറ്റു സംസ്കാരങ്ങളിൽ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒട്ടുമില്ലാത്ത കാര്യം അതാണ്. നമുക്ക് അവരുടെ സ്വകാര്യതയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചർച്ചാ വിഷയം. അല്ല ഇപ്പം ചേട്ടന് എന്താണ് ഇന്ന് ചേർത്തിയാരനെ കാണാനില്ലല്ലോ, 4-5 ദിവസമായിട്ട് അങ്ങാടി വന്നില്ലല്ലോ, എണ്ണ തേച്ച് കുളിക്കാൻ പോവുകയാണെങ്കിലും ചോദിക്കും, അപ്പോൾ എണ്ണ തേച്ച് കുളിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ മറുപടി പറയണം, അല്ലടാ ഞാൻ വെടി വയ്ക്കാൻ പോവാണ് എന്നൊക്കെ. നമ്മൾ അതൊക്കെ വിറ്റായിട്ട് അവതരിപ്പിക്കാണ്. പക്ഷെ മലയാളിയുടെ ഒരു സന്തോഷമാണ് അവൻ്റെ കാര്യം നോക്കാൻ അവന് നേരില്ല, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ കാര്യങ്ങളും അവൻ നോക്കി അഭിപ്രായം പറയുക എന്നുള്ളതാണ് മലയാളിയുടെ. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിഹത്യയാണ്. അത് വാസ്തവത്തിൽ ഈ വ്യക്തിഹത്യ വേറൊരാളുടെ സ്വകാര്യ സ്പേസിൽ കയറി അതറിയണേ. എനിക്കിതുപോലെ പല പ്രശ്നം ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചത്. ഞാനും ഇവിടെ പണ്ട് ജീവിച്ചിരുന്ന അവസരത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഓവർ കൺസേൺഡ് ആണ് പലപ്പോഴും, അവരെക്കാൾ കൂടുതൽ കൺസേൺഡ്. അപ്പോൾ ഞാൻ ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളരെ പ്രായം ചെന്ന ഒരു ഫാദർ, അവരൊക്കെ ഈ റെവല്യൂഷനൊക്കെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ടേബിളിൻ്റെ അങ്ങേ സൈഡിലുള്ള കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഭക്ഷണം എടുത്തു കൊടുക്കുമല്ലോ, വേണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞു, ആദ്യം പച്ചക്കറികൾ ഇങ്ങനെ കഴിക്കുന്നു, പിന്നെ മെയിൻ ഡിഷിലേക്ക് വരുന്നു. ആ മെയിൻ ഡിഷ് കഴിഞ്ഞാൽ പിന്നെ സലാഡിലേക്ക് ചീസ്, അങ്ങനെയൊക്കെയാണ് അത് അവസാനം ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഇച്ചിരി മധുരപരമായ എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡിഷ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ ഡിഷ് എടുത്തിട്ട് ഉളേവു എന്ന് വെച്ചിരുന്നു, ഇത് വേണമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഈ പാത്രം പിടിച്ച് നിൽക്കുക. പുള്ളി പറയാ, ഷെത്തപ്പ ദിമാന്തേ, ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, ഞാനാകെ ഐസായിപ്പോയി. അപ്പോൾ എന്നെ അടുത്തിരിക്കണ ഇന്ത്യയിൽ ജോലി ചെയ്ത് പരിചയമുള്ള വേറെ അച്ഛന്മാർ പറഞ്ഞു, അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം എടുത്തോളും. വൈ യു ആർ സോ മച്ച് വറീഡ് അബൌട്ട് ഹിസ് വേ ഓഫ് ഈറ്റിംഗ്. അദ്ദേഹം വളരെ സ്ലോവിൽ തിന്നണ കാണുന്ന ചിലപ്പോൾ അയാൾ ഈ ഭക്ഷണം ഒന്നും കഴിക്കാനേ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അയാൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് അവസാനം നേരെ സലാഡിലേക്ക് പോകാനായിരിക്കും. നീ എന്തിനാ അതിനെക്കുറിച്ച് വിവലാതി പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, മോനെ ഇത് ഇന്ത്യ അല്ല. അതുപോലെ ഫ്രഞ്ച് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിറ്റുണ്ടായിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണ് ചോദിക്കാൻ മാറ്ററൊന്നുമില്ല. ഫ്രഞ്ച് പഠിക്കാനായിട്ട് ജെസ്യൂട്ട്സിൻ്റെ ഒരു പ്രൈവറ്റ് ഡിസ്കസ് ചെയ്യുന്നൊരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് പൈസയൊന്നും കൊടുക്കണ്ട, പല രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ഫ്രഞ്ച് പഠിക്കാൻ വന്ന യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിന് മുമ്പ് ഫ്രഞ്ച് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്കൊരു ഫ്രീ സർവീസ് ചെയ്യാം. ഒരു ജെസ്യൂട്ട്, ഒരു വൈദികൻ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു അൽബാനിയ ഇരിപ്പുണ്ടാവും, ഒരു 5-6 പേര് നിങ്ങൾ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കണം. നമ്മളോട് ഇതുവരെ അച്ഛൻ വേഷം കെട്ടി അച്ഛനാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരോട് ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ചോദിക്കണത് പേരെന്നാ, കൊമോന്തല്ലേവു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെ പോകണം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഈ 2 ചോദ്യം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും പറയാനായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ പഠിച്ച ഫ്രഞ്ചിലെ ഒരു വാക്ക് വെച്ചിട്ട് ഞാൻ പുള്ളിയോട് ചോദിക്കുകയാണ്, ഈ പെണ്ണിനോട് ചോദിക്കുകയാണ്, എസ്കൂസത്ത് മാറിയേ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉടനെ തന്നെ ഈ പെണ്ണ് ക്ഷുഭിതയായിട്ട്, നമ്മൾ അച്ഛനാണ് ചോദിക്കുന്നത്, അച്ഛനാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവിടെ അച്ഛൻ്റെ ലേബലിനൊന്നും ഒരു വാല്യൂ ഇല്ല. നമ്മൾ ഷർട്ടും പാൻറ്റ് അടിച്ചിട്ട് ഒരു സാധാരണ സ്റ്റുഡൻറ്റ്, അവിടെ വേറെ ഐഡൻറ്റിറ്റിക്കൊന്നും പ്രാധാന്യമില്ല. ഐ ആം എ ഫ്രഞ്ച് സ്റ്റുഡൻറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾക്ക് ചോദിച്ചത് അത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടൊന്നും ചോദിച്ചതല്ല. വാസ്തവത്തിൽ നമ്മൾ ചോദിച്ചത് ജസ്റ്റ് പറയാൻ പഠിക്കാൻ വേണ്ടി. ആദ്യത്തെ 2 ചോദ്യം കഴിഞ്ഞു, പേരെന്താണ്, കൊമൗസപ്പല്ലേവു, പേര് അത് പറഞ്ഞു. എന്നോടും ചോദിച്ചു, ഞാൻ എൻ്റെ പേരും പറഞ്ഞു. എന്നിട്ട് പിന്നെ രണ്ടാമത് ഞാൻ അതിനോട് ചോദിക്കുകയാണ്, നമ്മൾ ആണുങ്ങൾ എന്നുള്ള രീതിയിൽ ലീഡ് ചെയ്യണ പോലെ. അത് വേറെ ഏതൊരു രാജ്യത്തു നിന്നാണ്, ഞാനത് ഓർക്കുന്നില്ല, യൂറോപ്യൻ്റെ ഏതൊരു രാജ്യത്തു നിന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കണത്, കൊമോന്തല്ലേവു എങ്ങനെ പോകുന്നു? അപ്പോൾ അത് സവ ത്രബിയ. അപ്പോൾ എന്നോടും അത് ചോദിച്ചു, ഞാനും സവ ത്രബിയ. ഒരു സാധനം അപ്പുറത്തേക്ക് പോകണില്ലേ വർത്താനം. മൂന്നാമതായിട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഒരുവിധം പ്രായമുള്ളൊരു പെണ്ണാണ്. അപ്പോൾ ഞാൻ ഉളവും ഊസത്ത് മാരിയെ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഉളവും മാരിയെ, നീ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോന്ന്. അതോടുകൂടെ ഞാൻ ആ ക്ലാസ് നിർത്തി. പിന്നെ ഞാൻ പരിപാടിക്ക് പോയിട്ടില്ല. കാരണം
ഇതുപോലെ പരിക്ക് പറ്റിയൊരു ദിവസം എനിക്കില്ല. അവർ പിന്നീട് ആൾക്കാർ ചിന്ത നീ വരാത്ത ഞാൻ പറഞ്ഞു അയ്യോ പൊട്ടത്തരാണ് ഞാൻ പോയി പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ അച്ഛന്മാരോട് പോയിട്ട് പറഞ്ഞു എൻ്റെ മോനെ അതൊക്കെ ഭയങ്കര സീക്രസിയാണ്. ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കണേ, ഇത് കേരളമല്ല മോനെ എന്നും 100 പ്രാവശ്യം എൻ്റെ തലയിൽ അവർ പറഞ്ഞു. ഇതുപോലത്തെ ചോദ്യം ചോദിച്ചിട്ട് അടി മേടിച്ച് വരരുത്. അപ്പോൾ വാസ്തവത്തിൽ മലയാളിയുടെ ഒരു സ്വഭാവമാണ് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിഞ്ഞാൽ വിശേഷം ഉണ്ടാ അവൾക്ക് ചെലവ് ചെയ്യടാ. അപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാണ്ടിരിക്കുക. അയാൾ ഏത് ഷർട്ട് വേണമെങ്കിലും ഇട്ടോട്ടെ, ഡ്രസ്സ് ഇട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പറയും. നമ്മളൊരാളെ ഇറങ്ങി നീ ആകെ വണ്ണം വെച്ച് പോയല്ലോ, നീ ഇപ്പോൾ എന്ത് ചെക്ക് സാധനടാ നീ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മെലിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മൾ വേറെ ആളുടെ ആയിരിക്കുന്ന രീതികളെക്കുറിച്ച് പറയുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. അതൊരു വ്യക്തി ഹത്യ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണിത്. അത് സത്യസന്ധമാകണമെന്ന് സഭ ഈ മതബോധനം പറയുന്നുണ്ട്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അത് വളരെ നമ്മൾ ചർച്ച പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ഒട്ടും വിശ്വാസ്യതയില്ലാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ, ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ, അർദ്ധസത്യങ്ങൾ പൂർണ്ണസത്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നൊരു കാലമാണ്. എന്ന് നമ്മൾ പറയുക അതിനെ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര സത്യങ്ങൾ പറയുന്ന കാലഘട്ടം എന്ന് പറയും. ഇപ്പോൾ ആ വാക്ക് ഇന്ന് വളരെയധികം പരിചിതമായി കൊണ്ടിരിക്കുന്നു. എന്താണ് സത്യാനന്തര സത്യം? ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഞാൻ ഇതിന് വളരെ മുമ്പ് തന്നെ സോറൻ കീർക്കഗോഡ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഫിലോസഫറായിരുന്ന അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പത്രങ്ങളെ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പത്രങ്ങളെ അയാൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പത്രങ്ങളിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയതും വിമർശനാത്മകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കടന്നാക്രമിക്കുന്ന രീതിയിൽ പത്രങ്ങൾ പെരുമാറുകയും ഇയാൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾ പത്രങ്ങളെ നിശിതമായിട്ട് വിമർശിച്ചു കൊണ്ടൊരു വാക്ക് രൂപപ്പെടുത്തി. അത് ഇംഗ്ലീഷിലെ മസിഫിക്കേഷൻ എന്നാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസമുദ്രം എന്നൊക്കെ. മാസിഫിക്കേഷൻ എല്ലാ പത്രങ്ങളും ചെയ്യുന്ന ഒരു കാര്യം ആണിത്. ടി വികൾ എല്ലാ ചാനലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്പം ഞാൻ സാമൂഹിക സമ്പർക്ക മാധ്യമത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ വാക്ക് പത്രമാധ്യമ പ്രവർത്തനങ്ങളോടും അതുപോലെ വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളോട് ബന്ധപ്പെട്ടും ഈ വാക്ക് ഫിലോസഫേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. മസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന ആളുകളോട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അഭിപ്രായ രൂപീകരണത്തിൽ വരാവുന്ന രീതിയിൽ ഉള്ളൊരു വ്യാഖ്യാനം, അവർക്ക് ബോധ്യപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സത്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം ഞാൻ അങ്ങോട്ട് പത്രങ്ങളിലൂടെ എഴുതുകയാണ്, അല്ലെങ്കിൽ ചാനലുകളിലൂടെ പറയുകയാണ്. ഇന്ന് നമുക്കറിയാം ഇന്ന ചാനലിൽ ഇന്ന ആൾ നടത്തുന്നതാണ്, അതിൽ പറയുന്ന സത്യം ഇന്ന സത്യമാണ്. നമ്മളത് പൂർണ്ണ സത്യമായിട്ട് ആരും വിശ്വസിക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പാവപ്പെട്ട മനുഷ്യർ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിൽ വരുന്നത് മുഴുവൻ വിഴുങ്ങുകയാണ്. അതേപോലെ അതുകൊണ്ടാണല്ലോ ഇന്ന് ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് ചോദിക്കും. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണോ? അത് വാട്സപ്പിലൂടെ വരുന്ന, അതുപോലെ തന്നെ നമ്മൾ ഈ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് വരുന്ന വിക്കിപീഡിയയിലൊക്കെ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ വിശ്വാസ്യത സയൻറ്റിഫിക് ലോകത്ത് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളൊന്നും വകവയ്ക്കുന്ന ആളല്ല. നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഡോക്ടറേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ, അല്ലെങ്കിൽ സാധാ തീസിസ് എഴുതുന്ന ആളാക്കായ പോലും നമ്മൾ ഈ വിക്കിപീഡിയ അതില്ല. ഒഫീഷ്യൽ ചാനലുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിച്ച അത്രമാത്രം മാധ്യമ രംഗത്ത് ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. കാരണം പണ്ടത്തേക്കാൾ കൂടുതൽ മനുഷ്യൻ അവൻ്റെ മുറിയിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഡിജിറ്റൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കീഴിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ശാസ്ത്രീയമായ അഭിപ്രായങ്ങൾ ഒരിക്കലും ഏകദാനമായ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകില്ല.
യഥാർത്ഥമായ സത്യത്തിന് പല മുഖങ്ങളുണ്ടാവും. അപ്പോൾ യഥാർത്ഥമായ മാധ്യമപ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു വിഷയത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ മുഖങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെടും. ഒരു ഉത്തരത്തിലേക്ക് മാത്രം ആളുകളെ കൊണ്ടുപോകുന്ന മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ, അതാണ് ഹിറ്റ്ലർ വളരെ മനോഹരമായിട്ട് ചെയ്തത്. ഇത് ബോദ്രിയാർ ഷോം ബോദ്രിയാർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചാണ് വെർച്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത്. ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്കൊക്കെ 1990കളിലൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വെർച്വാലിറ്റിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെർച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ എന്നാണ് പറയുന്നത്. സത്യമാണെന്ന് തോന്നും പക്ഷെ സത്യമല്ല. വെർച്വൽ, നോട്ട് റിയൽ. അത് സത്യമാണെന്ന് തോന്നാം. അതാണ് നമ്മൾ കുറേ ചിത്രങ്ങൾ നമുക്ക് കുക്ക് ചെയ്ത് ഒരുമിച്ച് നമ്മളെ കാണിച്ചു കഴിയുമ്പോൾ ഒരു ടി വിയിൽ അത്, പക്ഷെ നമ്മൾ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ ഗൾഫ് വാർ തുടങ്ങിയപ്പോൾ 90-ൽ ഇതുപോലെ ഞാൻ പാരീസിൽ എൻ്റെ കൂട്ടുകാരെ അച്ഛന്മാർ കൂടി രാത്രി 2:30 വരെ ഓർക്കൊളച്ചിരുന്നിട്ട്, കാരണം അതിൻ്റെ തലേദിവസം പെൻറ്റഗണിൽ നിന്നും യൂറോപ്യൻ മാധ്യമങ്ങളിൽ നിന്നും പറഞ്ഞു എന്തെന്ന്, ഗൾഫ് വാർ, അലീസ് ആയിട്ടുള്ള രാജ്യങ്ങൾ സദാം ഹുസൈനെ ഇറാഖിനെ ആക്രമിക്കുന്നു 2:30 നേരം യൂറോപ്യൻ നേരം. നമ്മൾ നോക്കുമ്പോൾ ഇത് തൃശ്ശൂർ പൂരല്ലേ കണ്ടിട്ടുള്ളൂ, ഇതൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവിടാന്ന് വിചാരിച്ച് ഞങ്ങൾ ടി വിയുടെ മുന്നിൽ പോയിരുന്ന് കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ സന്തോഷമായി. പക്ഷെ ഒരു കണിയും ശരിക്കും മനസ്സിലാവണില്ല. കാരണം ആകെപ്പാടെ പ്ലെയിനുകൾ ഇറമ്പുന്നു, ഭയങ്കരമായിട്ട് ബോംബുകൾ പോകുന്നു, ആകെ പോക വെടി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും നമ്മൾ വിചാരിച്ച് ബോംബ് പോയി ഇങ്ങനെ പെട്ടെന്ന് അവിടെ കാണാൻ പറ്റുന്ന, പക്ഷേ ഇതൊന്നും അല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഉറങ്ങാൻ പോയി. പക്ഷെ അവിടുന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിലെ പാരീസിലെ ഏറ്റവും പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ഷോം ബോദ്രിയാർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ എഴുതുകയാണ്. വലിയ തലക്കെട്ടിൽ ലൂ മോന്ത് എന്ന് പറയുന്ന വലിയ പത്രത്തിലാണ് എഴുതുന്നത്. എന്തെന്നാണെന്നറിയോ, ഗൾഫ് വാർ ഹാവ് നോട്ട് ടേക്കൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ, അത് ഫ്രഞ്ചിലാണ് എഴുതിയത്, നമ്മളിപ്പോൾ അത് ഞാൻ ഫ്രഞ്ചിൽ പറയുന്നില്ല. ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിൽ. ആൾക്കാരെല്ലാം പറഞ്ഞു ഇയാൾക്ക് വട്ടാണോ ഈ ഫിലോസഫർക്ക്. അപ്പോൾ അയാൾ പിന്നെ പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഗൾഫ് വാറായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ടി വിയിൽ, അന്ന് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും അന്ന് നടന്ന ഗൾഫ് വാറിൻ്റെ ചിത്രങ്ങളെ അല്ല. പെൻറ്റഗൺ വരും യുദ്ധം ചെയ്യണ നേരത്തെ ചിത്രങ്ങൾ അതുപോലെ കാണിക്കുമോ? വളരെ സ്ട്രാറ്റജിക്കായിട്ട് യുദ്ധം തുടങ്ങുന്നൊരു സമയമാണ് ഇത്. ഏതോ അമേരിക്ക വിയറ്റ്നാമിനെ അടിച്ചപ്പോൾ എവിടെയാണ്ട് അടിച്ച ഒരു സാധനത്തിൻ്റെ റെക്കോർഡ് ആ കൃത്യനേരത്ത് 2:30 അല്ലെങ്കിൽ കൃത്യമായിട്ട് 2:30 യുദ്ധം തുടങ്ങുവാണേ. നമ്മൾ പൊട്ടന്മാർ. അപ്പോൾ അയാൾ ഇത് ആദ്യം എഴുതിയപ്പോൾ ഭയങ്കര ഡിബേറ്റായി പാരീസിലെ ചർച്ചകൾ. അപ്പോൾ മാധ്യമങ്ങളിൽ എല്ലായിടത്തും ദെൻ ഹി ഹാഡ് ടു എക്സ്പ്ലെയിൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗൾഫ് വാർ നടന്നിട്ടില്ല എന്നല്ല, നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ കണ്ട ഗൾഫ് വാർ അല്ല യഥാർത്ഥത്തിൽ നടന്നത് എന്നാണ്. ആൻഡ് ദെൻ ഹി റോട്ട് എ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ്. അവിടുന്ന് മുതലേ കണ്ടിന്യൂസ് ആയിട്ട് പത്രങ്ങളിൽ പുള്ളി എഴുതുമായിരുന്നു. ആൻഡ് അന്നാണ് പുള്ളി വെർച്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ മിഥ്യയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇന്ന് ചെയ്യുന്ന, അപ്പോൾ അതിന് ചില കണ്ടീഷൻസ് സഭ പറയുന്നുണ്ട് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്, ധാർമ്മിക ദൗത്യം ഈ സാർവത്രിക മതബോധനം നൽകുന്നുണ്ട്. അതിലെന്താ, നിങ്ങൾ പറയുന്നത് നിർവ്യാജമായിരിക്കണം, വ്യാജമായിരിക്കരുത്, സത്യസന്ധമായിരിക്കണം. വേറൊരു വാക്കിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. പിന്നെ സാമൂഹിക സമ്പർക്ക വിനിമയ മാധ്യമ രംഗത്ത് അതിൻ്റേതായ ധാർമ്മിക നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. അതിനുള്ള നിയമം ഇത് നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ 5ാമത്തെ പില്ലറാണെന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയും. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട് മാധ്യമത്തിന്, അത് പാലിക്കണം. അന്യരോടുള്ള ആദരവ് പാലിച്ചിരിക്കണം. പറയുന്നതിൽ മിതത്വം വേണം. ഇന്ന് നമ്മൾ കാണുന്നത് എക്സ്ട്രീം ലാംഗ്വേജസാണ്. തീവ്രമായി സംസാരിക്കുന്നവർക്ക് മാത്രമേ സ്പേസിൽ ചാനലിന് റേറ്റിംഗ് ഉള്ളൂ, സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഒരു ചർച്ചയിലേക്ക് വരുന്ന ആൾ മാക്സിമം മറ്റൊരാളെ പരട്ട് തെറി പറയാൻ പറഞ്ഞാൽ എന്നാലേ ചാനലിനെ മെച്ചമുള്ളൂ. ഒരു തെറിയുടെ അറ്റത്ത് അവസാനം ഇത് പറയുന്ന ആൾ ഇടപെട്ട് ഇതിനെ ഒന്ന് ഏതോ ഒരു വെടിക്കെട്ട് കാണാനായിട്ട് ആൾക്കാർ വന്ന് ഇന്ന് 2-4 തലങ്ങളിൽ നിന്ന് ആളുകൾ. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ
അധപതനമാണ് വാസ്തവത്തിൽ. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വരെ അങ്ങനെ തെറി പറഞ്ഞു കയറി പറഞ്ഞു. നാള് തെറിയൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത് നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വിട്ടു. അവർ വാണിജ്യ പ്രവർത്തനം എല്ലാം കൂടി പറഞ്ഞു വിട്ടായിട്ട്. അപ്പോൾ അയാൾ 4 ലക്ഷം മേടിച്ചിട്ടാണെന്നാണ് പറയണത് ഈ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൽ പറയുന്നത് പൊതുധാർമ്മികത, ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. സാമൂഹിക പുരോഗതിക്ക് ഉതകുന്നതാണോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പടച്ചുവിടുന്നത്? ഞാൻ പറയുന്നതിൽ പൊതുധാർമ്മികതയെ മാനിക്കുന്നുണ്ടോ, മിതത്വമുണ്ടോ, അന്യരോടുള്ള ആദരവുണ്ടോ, ഇത് സത്യസന്ധമാണോ, ഇത് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾക്ക്? അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ സൈബർ സെല്ലുകൾ വാസ്തവത്തിൽ വളരെ നിഷ്ക്രിയമാണ്. ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മളിങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് പലതിൻ്റെയും മറുപടി വരുന്നത്. അല്ലെങ്കിൽ 2 കൂട്ടർ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഉത്തരം അങ്ങോട്ട് പറഞ്ഞ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ വീഴ്ചയാണ്. അപ്പോൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ കാര്യം ഒരുപക്ഷെ പ്രേക്ഷകരെ അത് വളരെ ഗവേഷണപരമായ ചില ചർച്ചകളിലോ അല്ലെങ്കിൽ ഇത്തിരി തത്വശാസ്ത്രപരമായ സമീപനങ്ങളിലൊക്കെ കേൾക്കുന്നൊരു പദമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സത്യാനന്തര സത്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരും ഈ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ ഡേവിഡ് റോബർട്ട് എന്ന് പറയുന്ന ആൾ 2010 ഇത് ഒഫീഷ്യലായിട്ട് ഇതിനെ മാമോദിസമുക്ക് ഈ പേര് തന്നത്. സത്യാനന്തര സത്യം, പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു മുമ്പേ കീർക്കഗോഡ് തുടങ്ങി ബോദ്രിയാറിലൂടെയൊക്കെ ഇത് വളർന്നതാണ്. ഇത് പറയുന്നത് എൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മൾ നടത്തുന്ന ഒരു വിവരണത്തിലൂടെ കേൾക്കുന്ന ആൾക്ക് സത്യമാണെന്ന് തോന്നിയാൽ മതി, അത് സത്യമാണ്. വളരെ ചെറിയൊരു വാക്കിൽ പറഞ്ഞാൽ വളരെ കൗശലപൂർവ്വം പറയുന്നൊരു നുണയാണ് സത്യം. ലാഭമുണ്ടാക്കുന്ന നുണ സത്യമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. അങ്ങനെയുള്ള ഒരു സത്യാനന്തര കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് സുകുമാർ അരിക്കുഴ എന്ന് പറയുന്ന ഒരു കവി, എൻ്റെ ഒരു അടുത്ത സുഹൃത്തെ, കോതമംഗലം ആ സൈഡിൽ ജീവിക്കുന്ന ഒരു കവി, പല വേദികളിൽ നിങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം ഈ 2 വരി കവിതകൾ എഴുതുന്ന ഒരു ടീമാണ്. അദ്ദേഹത്തിൻ്റെ 2 വരി കവിത, സത്യത്തെ നുണയാക്കിയിടാനാണ് ഇന്ന് എളുപ്പം, സത്യത്തെ സത്യമാക്കാൻ ഇന്നു വിഷമം. വളരെ ചെറിയ കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന കാര്യം ഒരു കവിത രൂപത്തിൽ അദ്ദേഹം പറയുന്നു മാത്രം. സത്യത്തെ നുണയാക്കിയിടാനാണ് ഇന്ന് എളുപ്പം. അപ്പോൾ ഇന്ന് നമുക്ക് സത്യം പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നുണയാക്കി പറയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അതിനാണ് ആക്സെപ്റ്റൻസ്. അതിനെ വളരെ നല്ല പുതിയ തത്വശാസ്ത്രജ്ഞന്മാരെ ഞാൻ കൂടുതൽ ഉദ്ധരിക്കുന്നില്ല, അവർ അതിനെക്കുറിച്ച് പറയണ്ടേ. ഈ പ്രത്യേകിച്ച് ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് വളരെ കൃത്യമായ തെളിവുകൾ നിർമ്മിക്കാൻ പറ്റും. സത്യത്തെ നുണയാക്കി അവതരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ സത്യത്തെ സത്യമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വലിയ ഒരു സാഹസികമായ ഒരു വെല്ലുവിളിയുടെ മുന്നിലാണ് ഇന്ന് നമ്മുടെ സംസ്കാരം വന്നു നിൽക്കുന്നത്. ഈ ലോകത്തിലാണ് ക്രൈസ്തവർ ജീവിക്കുന്നത്. അപ്പോൾ അഭിലാഷ് നടുപ്പറമ്പിൽ വേറൊരു കാര്യം, ചെറിയൊരു കവിത, അത് വളരെ രസമാണ്. അവൻ പറയുന്നത്, കാര്യമറിയാതെ നമ്മൾ സംസാരിക്കാറില്ല, കാര്യമില്ലാതെയും സംസാരിക്കാറില്ല, കാര്യം അറിഞ്ഞു തന്നെയാണ് സംസാരിച്ചത്, പക്ഷെ അറിഞ്ഞ കാര്യം സത്യമല്ലെന്നത് വേറെ കാര്യം. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ് നടുപ്പറമ്പിൽ സെമിനാറിൽ ഉണ്ടായിരുന്നൊരു പയ്യനാണ്, അവനെ ഇടയ്ക്ക് വെച്ച് അതിനെ സ്റ്റോപ്പായി. കാര്യമറിയാതെ നമ്മൾ സംസാരിക്കാറില്ല. ശരിയാണ്, നമ്മൾ കാര്യമൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കണേ. നമ്മൾ പറയുന്നത് നുണയാന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യമില്ലാതെയും അതിൽ പറയണേൽ എന്തെങ്കിലും കാര്യമൊക്കെ കാണും, അതും ഉറപ്പുണ്ട്. എന്നാലാണുള്ളത് ട്രിഗർ ചെയ്യുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ട്. കാര്യം അറിഞ്ഞു തന്നെയാണ്, അതെല്ലാം അറിയാടാ, പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം, അറിഞ്ഞ കാര്യം, നീ അറിഞ്ഞ കാര്യം സത്യമല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ മാധ്യമങ്ങൾ മാത്രമല്ല ഓരോ വ്യക്തികളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് സാർവത്രിക മതബോധനം പറയുന്നത്. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നുണ പറയുക എന്നുള്ള മാരകമായ പാപത്തിനെ നമ്മൾ ക്രൈസ്തവരും നമ്മൾ ഓരോ വ്യക്തികളും അതിൽ കടപ്പാടുള്ളവരാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ മാത്രം അതിൻ്റെ ഉത്തരിപ്പ് കടം മാറുകയില്ല. അതിൻ്റെ പരിഹാരം തീരണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടോ പുതിയ റൈറ്റപ്പ് എഴുതിയിട്ടോ ചെയ്യുന്നൊരു കാര്യമില്ല. കാരണം അപ്പോഴേക്കും ആദ്യം പറഞ്ഞ നുണ ആളുകളെല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. പിന്നീട് എത്ര നാൾ കഴിഞ്ഞിട്ട് നീ ഒരു മറുകുറിപ്പ് ഇട്ടിട്ടും, ഞാനങ്ങനെ 2 പ്രാവശ്യം പല ഇതുണ്ടായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ട്
പിതാവ് അടക്കം പറഞ്ഞിട്ട് നീ എന്നാൽ 2 പ്രാവശ്യം വിശദീകരണം കൊടുക്കുക എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുത്തിട്ട് അത് വായിച്ചവർ വളരെ കുറച്ചുള്ളൂ. ആദ്യം പറഞ്ഞ സാധനമാണ് എല്ലാവരുടെ ഉള്ളിലും ഉള്ളത്. അപ്പോൾ അത് തീരാൻ പറ്റാത്ത ഒരു വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൂടി പറയുകയാണ്. ഇതിലെ ഒരു കാര്യം കൂടിയും ഈ 8ാം പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഈ ഗ്രന്ഥം പറയുന്നുണ്ട്. ഈ സത്യവും കലയും തമ്മിലുള്ള ബന്ധം, അതിന് വിശുദ്ധ കല എന്ന് വരെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ സത്യത്തെക്കുറിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥമായ കാര്യം സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ സത്യമാണ് എല്ലായിടത്തും സൃഷ്ടിയിലൂടെ വന്നത്. ആ സത്യം, യഥാർത്ഥ സത്യത്തിന് സൗന്ദര്യം ഉണ്ടാകും. അത് കലയാണ്. സത്യാവിഷ്കാരങ്ങളാണ് മനുഷ്യൻ്റെ കലാരൂപങ്ങൾ മുഴുവൻ, സാഹിത്യരൂപങ്ങൾ മുഴുവൻ, കഥകൾ, ചെറുകഥകൾ, എഴുത്ത്, കവിതകൾ, നമ്മൾ വായിച്ച് ഉദ്ധരിച്ച കവിതകൾ മാത്രമല്ല, നമ്മൾ ഡാൻസുകൾ, എല്ലാ തരത്തിലുള്ള ഭരതനാട്യങ്ങൾ, അല്ലെങ്കിൽ ആട്ടങ്ങളും ഇതെല്ലാത്തിലും നമ്മൾ ആവിഷ്കരിക്കുന്നത് ദൈവമാകുന്ന സത്യത്തിൻ്റെ ഓരോ സൗന്ദര്യത്തിൻ്റെ രൂപങ്ങളാണ്. മോഹിനിയാട്ടം എല്ലാ ആട്ടങ്ങളിലും എന്തുണ്ട്? കറുപ്പായാലും വെളുപ്പായാലും എല്ലാത്തിലൂടെയും വെളിപ്പെടുന്നത് സത്യമായ ദൈവത്തിൻ്റെ ഓരോ മുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിശുദ്ധ കല എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥമായ കലയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കലകൾക്കും 3 ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നമ്മൾ സാഹിത്യകൃതികൾക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും അറിയാം. അതെന്താണ്? ഒന്ന് ഉദ്ബോധിപ്പിക്കലാണ്, ഒന്ന് ഉദ്ദീപിപ്പിക്കലാണ്, ഒന്ന് പ്രചോദിപ്പിക്കലാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ പറയും. പിന്നെ നമ്മൾ ഉദ്ദീപനം നടത്തുന്നുണ്ട്. ഈ ആവേശം പോലെ ഭയങ്കര ആവേശങ്ങൾ, ഉദ്ദീപനങ്ങൾ, പല വികാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉദ്ബോധനത്തിൻ്റെയും അതുപോലെ നല്ല പ്രചോദനങ്ങൾ കൊടുക്കുന്നതിൻ്റെയും ഉത്തരവാദിത്വം കൂടി മാധ്യമത്തിനുണ്ട്. അപ്പോൾ ഈ കലയിലൂടെ വരുന്ന ഏത് രൂപമായിക്കോട്ടെ, നാടകമായിക്കൊള്ളട്ടെ, സിനിമയായിക്കൊള്ളട്ടെ, എഴുത്തായിക്കൊള്ളട്ടെ, TV ആയിക്കൊള്ളട്ടെ, ചെറിയ ചെറിയ രീതിയിലുള്ള ബ്ലോഗ് റൈറ്റിങ്സ് ആയിക്കൊള്ളട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കൊള്ളട്ടെ, എന്തിലൂടെ ആയാലും യഥാർത്ഥ സത്യം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിലൊരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ 30 സെക്കൻഡുള്ള ചില റീലുകൾ അല്ലെങ്കിൽ 2 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് പോലും മനുഷ്യൻ അപാരമായ നന്മയുടെ തീരങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത്. ചില അവസരങ്ങളിൽ ആ സത്യം കാണുമ്പോഴാണ്. നിങ്ങളിപ്പോഴും അങ്ങനെ സാറ് ഓർക്കുന്നുണ്ടോ? പണ്ട് ഒരു വളരെ ഫേമസ് ആയ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ഒരു കുട്ടി അർദ്ധശ്വാസം വലിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു കഴുകൻ ഇങ്ങനെ കാത്തിരിക്കുന്നൊരു ചിത്രം, മരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ചിത്രം ഭയങ്കരമായിട്ട് സംസാരിച്ചൊരു ചിത്രമാണ്. അത് കണ്ടപ്പോൾ ഞാൻ അന്ന് യൂറോപ്പിൽ പഠിക്കുന്ന അവസരത്തിലാണ്. അന്നൊക്കെ ആൾക്കാർ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് അന്ന് ഫ്രഞ്ച് ഫ്രാങ്ക്, ഞാൻ ഫ്രാൻസിൽ, ഓരോ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും ആ നാട്ടിലേക്ക് അയച്ചത്. കാരണം ദാരിദ്ര്യത്തിൻ്റെ, മാധ്യമത്തിന് വലിയ ശക്തിയുണ്ട്, കലയ്ക്ക് വലിയ ശക്തിയുണ്ട്. കലയിലൂടെ ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ, ഒരു നാടകം കണ്ടാൽ, ഒരു സിനിമ കണ്ടാൽ നമ്മളിൽ വരുന്ന മാറ്റം വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് സൃഷ്ടിയോന്മുഖമായിട്ട് ചെയ്യാനും യഥാർത്ഥമായ കല സത്യമാണ് പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനും അതിലൂടെ ഓരോ കലാകാരനും ഓരോ കലാകാരിയും സത്യമായ ദൈവത്തെ അന്വേഷിക്കലാണ് അവൻ നടത്തുന്നതെന്നും അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കളും വായനക്കാരും സത്യത്തിലേക്കാണ് നയിക്കപ്പെടേണ്ടതെന്നും ഉള്ളൊരു ഉത്തരവാദിത്വബോധം നമ്മുടെ എല്ലാ സർഗ്ഗഭാവന സൃഷ്ടികൾ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 8ാം പ്രമാണത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണം ഉൾപ്പെടുന്ന ഈ എപ്പിസോഡിൻ്റെ അവസാനം വളരെ വിശദമായിട്ട് സത്യം പറയണം എന്നുള്ളതിനെക്കുറിച്ചും അവസാനം കല പോലും വിശുദ്ധ കലയായിരിക്കണം എന്നുള്ള ആ പഠനത്തെക്കുറിച്ച് വിശദീകരിച്ച അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. 8ാം പ്രമാണത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഖാന്തരമുള്ള എല്ലാ അഭിപ്രായങ്ങളും സത്യസന്ധമായിരിക്കണമെന്നും വിശുദ്ധ കല എന്നുള്ള ഒരു ബോധത്തോടുകൂടിയായിരിക്കണം സത്യവും കലയും തമ്മിലുള്ള ബന്ധം എന്നുള്ള ഈ സഭയുടെ പഠനങ്ങളെല്ലാം വിശദീകരിച്ച് കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.